ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നാവിൽ കപ്പലോടും രുചിയിലുള്ള ഒരു കൂട്ടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ചോറിനോടൊപ്പം ഇതുപോലൊരു അച്ചാറുണ്ടെങ്കിൽ പിന്നെ സൈഡായിട്ട് വേറെ ഒന്നും തന്നെ നമുക്ക് ആവശ്യമായിട്ടില്ല. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. ഞാനിപ്പോൾ ഒരു 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അധികം വലുതും ഇല്ല, എന്നാൽ അധികം തീരെ ചെറുതും ഇല്ലാത്ത പച്ചമാങ്ങയിൽ 3 എടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, എപ്പോഴും അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല രുചിയോട് കൂടിയിട്ടുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട്. അതായത് ഒരുപാട് പുളിയോ അല്ലാന്നുണ്ടെങ്കിൽ തീരെ പുളിയില്ലാത്ത മാങ്ങയോ അങ്ങനെയൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല രുചിയോട് കൂടിയിട്ടുള്ളൊരു മാങ്ങയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ മാങ്ങ നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് മാങ്ങ ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് കനം കുറച്ച് അരിയണം എന്നുള്ള ആവശ്യമില്ല, ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നീളത്തിന് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഒരുപാട് തിന്നായിട്ട് അരിയാൻ വേണ്ടി നിൽക്കരുത്, കുറച്ച് കനത്തോട് കൂടിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നമ്മുടെ 3 മാങ്ങയും ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 മാങ്ങയും ഇത്രയും അളവിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. കൂടെ പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർക്കാം. നമ്മളിതിലേക്ക് വറ്റൽ മുളക് പൊടിച്ചും ചേർക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ കൂടുതൽ മുളക് പൊടിയുടെ ആവശ്യം ഈ ഒരു സമയമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇത്രയും ചേർത്ത് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ മസാലയെല്ലാം മാങ്ങയിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ മാങ്ങയും മസാല എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മാങ്ങയിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കടുകാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ കടുക് ചേർക്കുകയാണ്. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് 15 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് വറുത്തെടുക്കണം. വെളുത്തുള്ളി അല്ലിയുടെ ആ ഒരു കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. വെളുത്തുള്ളി അല്ലി അരിഞ്ഞ് ചേർക്കരുത്, ഇതുപോലെ ചതച്ച് തന്നെ ചേർത്തേക്കണം. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഈ താളിപ്പ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് നല്ലെണ്ണയിൽ തയ്യാറാക്കി എടുക്കണം എന്നുള്ളവർക്ക് നല്ലെണ്ണ ചേർത്തിട്ടും നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അല്ലിയെല്ലാം ഇതുപോലെ ലൈറ്റായിട്ട് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഈ ഒരു സമയം ഓഫ് ചെയ്ത് കൊടുക്കാം, കാരണം അത്യാവശ്യം എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചതച്ചെടുത്ത വറ്റൽമുളകാണ്. കൂടെ വേണ്ടത് ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി വേണ്ടത് ഉലുവ പൊടിച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർക്കാം. ഇതെല്ലാം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നേരെ തന്നെ ഈ ചൂടോട് കൂടിയിട്ട് ഈ താളിച്ചത് നമുക്ക് മാങ്ങയിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ താളിച്ചതും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്കിതുപോലൊരു അച്ചാർ തയ്യാറാക്കി ഏകദേശം ഒരു 2-3 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല കുറച്ചും കൂടി കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം വിനാഗിരി, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് 2 മാസം വരെ ഇത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണിത്. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ കൂടിയാണ്. ഈ സീസൺ സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒരു കൂട്ടുമാങ്ങ അച്ചാർ തയ്യാറാക്കിയില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിപ്പോൾ. ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.